ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു ഈസി ഇംഗ്ലീഷ്. മൂന്നാം ക്ലാസ്സിലെ ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്കിലെ ലാസ്റ്റ് യൂണിറ്റ്, അത് രണ്ടാമത്തെ പാർട്ട് ടെക്സ്റ്റ് ബുക്കിലെ അവസാനത്തെ യൂണിറ്റിലെ ഒരു കൊച്ചു കവിതയാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ മെനി ജോബ്സ്, വ്യത്യസ്തമായ തരത്തിലുള്ള ജോബ്, അതായത് ജോലികളെക്കുറിച്ചാണ് പറയുന്നത്. ഫാമേഴ്സ് പ്ലാന്റ് ആൻഡ് റീപ് ദ ക്രോപ്സ്. ഫാമേഴ്സ് ആരാണ്? പെസൻസ് അല്ലെങ്കിൽ കർഷകർ പ്ലാന്റ് ചെയ്യുന്നു, കുഴിച്ചിടുന്നു. ഇനിയോ ആൻഡ് റീപ്പ്, കൊയ്യുന്നു. അപ്പോൾ കർഷകർ എന്ത് ചെയ്യുന്നു? കൃഷി ഉണ്ടാക്കുന്നു, റീപ്പ് ചെയ്യുന്നു, കൊയ്യുന്നു. ദ ക്രോപ്സ് വിളവുകൾ. ടൈലേഴ്സ് സ്റ്റിച്ച് ദ ക്ലോത്ത്സ് ഫോർ ടോപ്സ്. ടൈലേഴ്സ് എന്താ ചെയ്യണത്? ടൈലേഴ്സ് സ്റ്റിച്ച്, തുന്നുന്നു. ദ ക്ലോത്ത്സ് വസ്ത്രങ്ങൾ, ഫോർ ടോപ്പ് അല്ലേ, ടോപ്പുകളുണ്ടല്ലോ, വസ്ത്രങ്ങൾ, അത് ചെയ്യുന്നു. ഡോക്ടേഴ്സ് ഹീൽ ദ വീക്ക് ആൻഡ് ഇൽ. ഡോക്ടേഴ്സ് എന്താ ചെയ്യുന്നത്? ഹീൽ, ഭേദപ്പെടുത്തുന്നു. ദ വീക്ക്, ആരോഗ്യമില്ലാത്തവരെ. അതുപോലെ തന്നെ ആൻഡ് ഇൽ, അസുഖം ബാധിച്ചവരെ. അതുപോലെ തന്നെ അസുഖങ്ങൾ, ഇല്ലിന് അസുഖമായവരെ, അതുപോലെ തന്നെ അസുഖം ബാധിച്ചവരെ ഒക്കെ എന്താണ് ഡോക്ടേഴ്സ് ഭേദപ്പെടുത്തുന്നത്. ഓരോ ജോലികളാണ്. ഡാൻസേഴ്സ് ഡാൻസ് ഫോർ us ടു ചിൽ. ഇനി ഡാൻസേഴ്സിൻ്റെ ജോലി എന്താ? അവർ ഡാൻസ് ചെയ്യുന്നു നമുക്ക് വേണ്ടി, ടു ചിൽ, നമ്മളെ ആനന്ദിപ്പിക്കാൻ. അപ്പോൾ ഫാർമേഴ്സ് ചെടികൾ കുഴിച്ചിടുന്നു, വിളവുകൾ എടുക്കുന്നു അല്ലേ, അത് റീപ്പ് ചെയ്യുന്നു, കൊയ്യുന്നു. ടൈലേഴ്സ് സ്റ്റിച്ച് ചെയ്യുന്നു, വസ്ത്രങ്ങൾ സ്റ്റിച്ച് ചെയ്യുന്നു. ഡോക്ടേഴ്സ് അസുഖങ്ങൾ മാറ്റുന്നു. ഡാൻസേഴ്സ് നമ്മളെ ആനന്ദിപ്പിക്കാൻ ഡാൻസ് ചെയ്യുന്നു. ഇനിയോ ആർട്ടിസ്റ്റ്, കലാകാരന്മാർ ഡ്രോ, വരയ്ക്കുന്നു. ആൻഡ് പെയിൻറ്റിങ് ചെയ്യുന്നു. വിത്ത് ഫ്ലയർ, അവരുടെ സ്കിൽ, കഴിവ് കൊണ്ട്. പൈലറ്റ്സ് ഫ്ലൈ ദ പ്ലെയിൻസ് ഇൻ ദി എയർ. പൈലറ്റ്സോ ആകാശത്തിലൂടെ ആ പ്ലെയിൻസ് പറപ്പിക്കുന്നു. വർക്കേഴ്സ് ഡു ദെയർ ജോബ്സ് വിത്ത് പ്രൈഡ്, അഭിമാനം. ജോലിക്കാർ അവരുടെ ജോലികൾ അഭിമാനത്തോടെ ചെയ്യുന്നു. ഓൾ ആർ ഈക്വൽ ഇൻ ദെയർ സ്ട്രൈഡ്. എല്ലാവരും എന്താണ്? അവരുടെ ചുവടുകളിൽ. സ്ട്രൈഡ് ചുവടാണ്, അവരുടെ ചുവടാണ് അവരുടെ ഫീൽഡിൽ എന്താണ്? അവരെന്താണ്? ഈക്വലാണ്. സോ വ്യത്യസ്തമായ ജോലികളും ജോലിക്കാരും നമ്മൾ കേട്ടത് അല്ലേ. ലാസ്റ്റ് സ്റ്റാൻസയിൽ, ഇപ്പോൾ രണ്ടാം സ്റ്റാൻസയിൽ ആർട്ടിസ്റ്റുകളെ കണ്ടു. അവർ വരക്കുന്നു, പെയിൻറ്റ് ചെയ്യുന്നു അവരുടെ കഴിവുകൊണ്ട്. പൈലറ്റ്സ് ആണെങ്കിൽ പ്ലെയിൻസ് പറപ്പിക്കുന്നു. വർക്കേഴ്സ് സന്തോഷത്തോടെ ജോലി ചെയ്യുന്നു. സോ എല്ലാവരും എന്താണ്? ഈക്വലാണ് എന്നാണ്. എല്ലാ ജോലിക്കും അതിൻ്റെ മഹാത്മ്യമുണ്ട്, അതിൻ്റെ അന്തസ്സുണ്ട് എന്നുള്ളതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവിടെ 3 ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട്. വിച്ച് ആർ ദ ജോബ്സ് മെൻഷൻഡ് ഇൻ ദ പോം. ഈ കവിതയിൽ മെൻഷൻ ചെയ്ത ജോലികൾ എന്തൊക്കെയാണ്? ഇപ്പോൾ ഫാമേഴ്സിൻ്റെ ജോലി പറയുന്നുണ്ട്. ടൈലേഴ്സ്, ഡോക്ടേഴ്സ്, ഡാൻസേഴ്സ്, ആർട്ടിസ്റ്റ്, പൈലറ്റ്സ് ആൻഡ് അതർ വർക്കേഴ്സ്. അല്ലേ? ഹാവ് യു സീൻ പീപ്പിൾ ഡൂയിങ് ദീസ് ജോബ്സ് ഇൻ യുവർ ലൊക്കാലിറ്റി. നിങ്ങളുടെ ലൊക്കാലിറ്റിയിൽ, ഇതിപ്പോൾ പൈലറ്റ്സ് ലൊക്കാലിറ്റിയിൽ കാണൂല, ബാക്കിയൊക്കെ ഓൾമോസ്റ്റ് എന്താണ്, ഈവൻ ആർട്ടിസ്റ്റിനെ ഒക്കെ ചിലപ്പോൾ കണ്ടില്ലെന്ന് വരും. ചിലപ്പോൾ ബാക്കി എല്ലാവരും എന്താണ്, ഫാർമേഴ്സിനൊക്കെ കാണാൻ പറ്റും. ടൈലേഴ്സിനെയും ഡോക്ടേഴ്സിനൊക്കെ ചിലപ്പോൾ നിങ്ങളുടെ ലൊക്കാലിറ്റിയിൽ കണ്ടിട്ടുണ്ടാവും. ഇനി നെയിം ദ ടൂൾസ് യൂസ്ഡ് ഫോർ ദീസ് ജോബ്സ്. ഇവരുടെ ജോലിക്ക് വേണ്ട ടൂൾസ് എന്തൊക്കെയാണെന്നാണ്. സോ ഫാമേഴ്സിന് പല ടൂൾസ് വേണ്ടി വരും കേട്ടോ. കലപ്പ വേണ്ടി വരും, പ്ലൗ വേണ്ടി വരും, കൈക്കോട്ട് വേണ്ടി വരും, ഓക്കെ, സിക്കിൾ, അരിവാൾ വേണ്ടി വരും, അങ്ങനെ പലതും വേണ്ടി. ടൈലേഴ്സിന് എന്തൊക്കെയാണ് വേണ്ടത്? ഇപ്പോൾ ടൈലറിങ് മെഷീനാണല്ലേ, ഇപ്പോൾ അത് വേണം, ടൈലറിങ് മെഷീൻ വേണം. പിന്നെന്താണ്, സിസേഴ്സ് എന്നൊക്കെ സാധനങ്ങളൊക്കെ വേണം. ഡോക്ടേഴ്സിന് സ്റ്റെതസ്കോപ്പ് വേണം, ബാക്കിയുള്ള സാധനം വേണം. ഡാൻസേഴ്സിന് എന്താ വേണ്ടത്? അവർക്ക് കോസ്റ്റ്യൂം, ഡ്രസ്സാണ് മെയിനായിട്ട് വേണ്ടത്. ആർട്ടിസ്റ്റിന് ബ്രഷും പെയിൻറ്റും വേണ്ടത്. പൈലറ്റ്സിന് എന്താ വേണ്ടത്? എയറോപ്ലെയിൻ വേണം. വർക്കേഴ്സിന് അവിടെ എന്ത് വർക്കാണ് ചെയ്യുന്നത് അതിൻ്റെ ടൂൾസ് വേണം. സോ ഇതൊക്കെയാണ് ഈ ഒരു ലെസണിൽ കൊടുത്ത ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളും. സോ ഇത് മനസ്സിലെന്ന് വിചാരിക്കുന്നു. സോ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.